1 ദിനവൃത്താന്തം 4-ാം അധ്യായം. യൂദായുടെ മറ്റു സന്തതികൾ. യൂദായുടെ മറ്റു പുത്രന്മാർ: പേരെസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ഷോബാൽ. ഷോബാലിൻ്റെ പുത്രൻ റയായ യാഹാത്തിൻ്റെ പിതാവാണ്. യാഹാത്തിൻ്റെ പുത്രന്മാർ അഹുമായി, ലാഹാദ്. ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ. ഏദാമിൻ്റെ പുത്രന്മാർ യസ്രേൽ, ഇഷ്മ, ഇദ്ബാഷ്, ഹസെലൽ പോനി ഇവരുടെ സഹോദരി. ഗദോറിൻ്റെ പിതാവ് പെനുവേൽ, ഹൂഷായുടെ പിതാവ് ഏസർ. ബെത്ലഹേമിൻ്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യജാതൻ ഹൂറിൻ്റെ പുത്രന്മാരാണ് ഇവർ. തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല, നാര എന്നു 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹേഫർ, തെമേനി, ഹാഹഷ്താരി എന്നിവർ ജനിച്ചു. ഹേലായിൽ സേരത്ത്, ഇസ്ഹാർ, എത്നാൻ എന്നിവരും ജനിച്ചു. ആനോബ്, സൊബേബ എന്നിവരും ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുടുംബങ്ങളും കോസിൻ്റെ സന്തതികളാണ്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്നു വിളിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവമേ, അങ്ങെന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഷൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീരിൻ്റെ പിതാവും മെഹീർ എഷ്തോൻ്റെ പിതാവുമാണ്. എഷ്തോൻ്റെ പുത്രന്മാർ ബത്രാഫ, പാസേയാഹ്. ഈർനഹാഷിൻ്റെ പിതാവായ തെന്നിഹ. ഇവർ റേഖ നിവാസികളാണ്. കെനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായ. ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹദ്ദത്ത്, മെയോനോദായ്. മെയോനോദായ് ഓഫ്രയുടെ പിതാവ്. യോവാബിൻ്റെ പിതാവാണ് സെരായ. കരകൗശല വേലക്കാരാകയാൽ ഗഹർഷിം എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ്. യഫുന്നയുടെ മകനായ കാലബിന് ഈരു, ഏല, നാം എന്നിവരും ഏലായ്ക്ക് കെനസും ജനിച്ചു. യഹല്ലലേലിൻ്റെ പുത്രന്മാർ സിഫ്, സീഫ, തിറിയ, അസറേൽ. എസ്രായുടെ പുത്രന്മാർ യദർ, മേരദ്, ഏഫർ, യാലോൺ. മേരദ് ഫറവോയുടെ മകളായ ബിദിയായെ വിവാഹം ചെയ്തു. അവളിൽ മിരിയാം, ഷമ്മായി, എഷ്തെമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാ ഗോത്രജയായ ഒരു ഭാര്യയും മേരദിനുണ്ടായിരുന്നു. ഇവൾ ഗദോറിൻ്റെ പിതാവായ യേരദ്, സോക്കോയുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ യഗൂദിയേൽ എന്നിവരുടെ മാതാവാണ്. നഹമിൻ്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു. ഗർമ്മ്യനായ കെയിലായുടെ പിതാക്കന്മാരും മാഖാത്യനായ എഷ്തെമോവോയും ഇവളുടെ പുത്രന്മാരാണ്. ഷിമോൻ്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബൻഹാനാൻ, തീലോൻ. ഈഷിയുടെ പുത്രന്മാർ സോഹെദ്, ബൻസോഹെദ്. യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ: ലേഖായുടെ പിതാവായ ഏർ, മരേഷായുടെ പിതാവായ ലാദ. ബേത്ത് അഷ്ബേയായിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ: യോക്കീം. കോസേബ നിവാസികൾ: യോവാഷ്. മോവാബ് ഭരിക്കുകയും പിന്നീട് ബെത്ലഹേമിലേക്ക് തിരിച്ചു പോകുകയും ചെയ്ത സാറാഫ്. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെതായിം, ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിനു വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു. ശിമയോൻ്റെ സന്തതികൾ: ശിമയോൻ്റെ പുത്രന്മാർ നെമുവേൽ, യാമീൻ, യാരീബ്, സേരഹ്, സാവൂൾ. സാവൂളിൻ്റെ പുത്രൻ ഷല്ലും. അവൻ്റെ പുത്രൻ മിബ്സാം. അവൻ്റെ പുത്രൻ മിഷ്മ. മിഷ്മായുടെ പുത്രൻ ഹമുവേൽ. അവൻ്റെ പുത്രൻ സക്കൂർ. അവൻ്റെ പുത്രൻ ഷിമയി. ഷിമയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായിരുന്നു. യൂദാ ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ച് പെരുകിയതുമില്ല. അവർ ബേർഷെബ, മൊലാദ, ഹസാർ ഷുവാൽ, ബിൽഹ, ഏസം, തോലാദ്, ബദുവേൽ, ഹോർമ, സിക്ലാഹ്, ബേദ്മർക്കാബോദ്,
ഹസർസൂസീം, ബേത്ബിരി, ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിൻ്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. ഏദോം, അയിൻ, റിമ്മോൻ, തോഗൈൻ, ആഷാൻ എന്നീ 5 പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ. മേഷോബാബ്, യംലേക്, അമസിയായുടെ മകൻ യോഷ, ജോയേൽ, അസിയേലിൻ്റെ പുത്രനായ സെറായായുടെ പുത്രൻ, യോഷിബിയായുടെ പുത്രൻ യേഹു, എലിയോവേനായ്, യാക്കോബ, യഷോഹിയ, അസായ, അദിയേൽ, യസിമിയേൽ, ബനായ, അല്ലോൻ്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ. അല്ലോൻ യദായയുടെയും യദായ ഷിമ്രിയുടെയും ഷിമ്രി ഷെമായയുടെയും പുത്രനാണ്. ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ച് പെരുകി. ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗോദറിൻ്റെ കവാടം വരെ എത്തി. അവിടെ അവർ സമൃദ്ധമായ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി. ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു. അവിടത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു. മേൽപ്പറഞ്ഞവർ യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയ്യൂന്യരെയും അവരുടെ കൂടാരങ്ങളെയും നിശ്ശേഷം നശിപ്പിച്ചു. കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു. ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ, നെയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ശിമയോൻ ഗോത്രത്തിൽപ്പെട്ട 5 പേർ സെയിർ മലമ്പ്രദേശത്തേക്കു ചെന്നു. അവിടെ അവശേഷിച്ചിരുന്ന അമലേക്യരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു. ഇന്നും അവർ അവിടെ പാർക്കുന്നു. കർത്താവിൻ്റെ വചനം.